ക്രെഡിറ്റ് എന്നൊരു പ്രൊഡക്റ്റാണ്. ദി പവർ ഓഫ് 4 ലെറ്റർ വേർഡ്, ദ ഫ്രീ, അതിനൊരു ഭയങ്കര ഒരു ഇറസിസ്റ്റബിൾ പവർ ഉണ്ട്. ആൾക്കാർ അതിനകത്തേക്ക് ഭംഗിയായിട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്യും. ഇതൊരൊറ്റ പോയിന്റ് അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ആൾക്കാരെ കടയിലേക്ക് ഫുട്ഫോൾ എങ്ങനെ കൂട്ടാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ റീറ്റെയിലർ തന്നെ പങ്കുവച്ചൊരു വിവരം, അൺക്ലെയിംഡ് ഗിഫ്റ്റ് ഒത്തിരിയുണ്ട്. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞെറുക്കെടുപ്പ് നടത്തുവരും. നമ്മളൊരു കൂപ്പൺ എഴുതിയ ബോക്സിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, പക്ഷേ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് ആൾക്കാർ വരില്ല. ബിഗ് ബസാർ കൊണ്ടുവന്നാണ് വെനസ്ഡേ ബസാർ. അപ്പോൾ എന്ത് പറ്റും, മിഡ് വീക്കിന് ഒരു സെയിൽ വന്നു. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, വെള്ളി ശനി ഞായർ പോവും. ബിഗ് ബസാറാണ് ആദ്യമായിട്ട് ഫ്രീഡം സെയിൽ തുടങ്ങുന്നത്. എന്ത് വേസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാം, വേസ്റ്റ് ഒരു ത്രാസിലിട്ട് തൂക്കി 10 കിലോ വേസ്റ്റ്, ഈ 10 കിലോ വേസ്റ്റിന് 1000 പോയിന്റ് ഇട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 1000 പോയിന്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന, നിങ്ങൾ 10,000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് ആയിട്ട് മാറും. സത്യത്തിൽ നമ്മൾ കൊടുത്താൽ എന്താ 10% ഡിസ്കൗണ്ടാണ് കൊടുത്തത്. പക്ഷേ ഈ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരില്ല. ഇത് റിലീസ് ചെയ്തു, 11 മണിയായപ്പോൾ ബിഗ് ബസാർ ഷട്ടർ ഇട്ടു. പിന്നെ ലാത്തി ചാർജാണ് നടന്നത്. ഓണക്കാലത്തേക്കാൾ കൂടുതൽ സെയിൽ നടക്കുന്ന ആടി സെയിലാണ്. ആടിയൊക്കെ കേരളത്തിന്റെ ഭാഗമല്ലായിരുന്നു. വാങ്ങുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടില്ല, പക്ഷെ വാങ്ങുന്നത് ഒരു സമയത്ത് മാത്രം. ഡൊമിനിക് സാവിയോ, ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളം കറി പൗഡറുകൾ. ഇന്നത്തെ സംസാരം നമുക്ക് ഓണവിപണിയെ പറ്റിയാണ്. അതിനു മുമ്പ് എനിക്ക് പ്രേക്ഷകരെ ഒന്ന് ഡൊമിനിക് സാറിനെ പരിചയപ്പെടുത്തണം. കേരളത്തിലെ നല്ല, ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക ബ്രാൻഡുകൾക്കും ഈ പേര് പരിചയമാണ്. കാരണം അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പ്രമുഖമായ ബ്രാൻഡ് കൺസൾട്ടൻസിൽ ഒരാളാണ്, ബ്രാൻഡ് ബിൽഡറാണ്, ബ്രാൻഡ് റീഫർബിഷറാണ്, ബ്രാൻഡിൻ്റെ വിസിബിലിറ്റിയെ നിലനിർത്തുന്ന ആളാണ്. അത് വലിയ ബ്രാൻഡുകളുടെ പേര് ഒരുപാട് പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സർ, ഒരിക്കൽ കൂടെ നമസ്കാരം. നമസ്കാരം, താങ്ക് യു. ഈ ഓണസമയത്ത് സാറിനെ സംസാരിക്കാൻ കിട്ടിയത് വലിയ കാര്യം. കാരണം എപ്പോഴും സംസാരിക്കാമല്ലോ. 25,000 കോടി രൂപ മുതൽ 30,000 കോടി രൂപ വരെയാണ് ഓണം കേരളത്തിൽ ആഘോഷിക്കുന്നത് എന്നൊരു വാർത്ത കണ്ടിട്ട് നമുക്കൊരു അതിശയോക്തി തോന്നി. ഇത് മലയാളിക്ക് ഗുണമാണോ ദോഷമാണോ? മലയാളിക്ക് തീർച്ചയായിട്ടും ഗുണമാണ്. എപ്പോഴും ഒരു ഗ്രോത്ത് സ്റ്റോറി എല്ലാവർക്കും, മലയാളി എന്ന് തന്നെയല്ല, ഏത് സെഗ്മെൻ്റ് എടുത്താലും ഗ്രോത്ത് എപ്പോഴും എല്ലാവരെയും ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. ഈ 25,000 കോടി രൂപ 30,000 കോടി രൂപയുടെ ഒരു വിപണി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെ പ്രൊഡക്ഷൻ പലപ്പോഴും കേരളത്തിന് പുറത്താകുമ്പോഴൊക്കെയുള്ള കേരളത്തിൻ്റെ ഒരു മണി ഫ്ലോ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ ഒന്ന് ആശങ്കപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്? ഒരിക്കലുമില്ല. ഒന്ന്, കേരളം ഒരു കൺസ്യൂമിങ് സ്റ്റേറ്റാണ്. നമ്മൾക്കിവിടെ മാനുഫാക്ചറിങ് തീരെയില്ല. അപ്പോൾ നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്ന പല സാധനങ്ങളും പുറത്തുനിന്ന് വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു മണി ഫ്ലോ മാർക്കറ്റിൽ എപ്പോഴും എല്ലാ ബിസിനസ്സുകാരെയും വിപണിയെ മൊത്തത്തിൽ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. ഓണം ഒരു പരിധിവരെ മലയാളിക്ക്, ഈ ഓണം ഒരു, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വർഷം ഒരു സ്ഥാപനം വിൽക്കുന്നതിൻ്റെ 30 മുതൽ 50% വരെ സെയിൽസ് ഓണക്കാലത്തുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണോ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ഇതിൻ്റെ ഒരു? അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 30,000 കോടി അല്ലെങ്കിൽ 25,000 കോടി, 25,000 കോടി, 20,000 കോടിയൊക്കെ ഓണവിപണിയെ ഉത്തേജിപ്പിച്ചിരുന്ന ഈ അടുത്ത കാലം വരെ നമുക്ക് അങ്ങനത്തെ ഒരു വിപണി ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യരുടെ ഈ കൺസ്യൂമർ ബിഹേവിയർ വളരെ മാറി. പണ്ട് നമ്മൾ ഈ ഓണത്തിന് മേടിക്കാനായി കാത്തിരിക്കുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഓണം വരട്ടെ, നമുക്ക് മേടിക്കാം. TV ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ഒരു സോഫയാണെങ്കിലും അല്ലെങ്കിൽ എന്തും നമുക്ക് മേടിക്കാനായിട്ട് ഒരു ഓണം മേടിക്കാനുള്ളൊരു സമയമായിരുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വിൽക്കാനുള്ളൊരു സമയമായിരുന്നു. അതിൽ വലിയൊരു മാറ്റം വന്നു. അത് ഒരു പരിധിവരെ മാറ്റിയെടുക്കുന്നതിൽ കച്ചവടക്കാർക്ക് വലിയൊരു പങ്കുണ്ട്, നമ്മുടെ റീറ്റെയിലേഴ്സിന് വലിയൊരു പങ്കുണ്ട്. ഇന്ന് ഓണം വേണ്ട, നമുക്കിന്ന് എല്ലാ മാസവും ഒരു സീസണാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട റീറ്റെയിലേഴ്സ് തന്നെ എൻഡ് ഓഫ് സീസൺ സെയിൽ, EOSS, ഒരു വർഷം 2 പ്രാവശ്യം നടത്തും. പിന്നെ അതിനിടയിൽ ആടി സെയിലുണ്ട്. പിന്നെ നമുക്ക് ഈ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് പിന്നെ അതിനിടയിൽ മറ്റ് ഫെസ്റ്റിവലുകൾ വരും. എല്ലാം വന്നിട്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ഫെസ്റ്റിവൽസും ഉണ്ട്. ഒത്തിരി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഒരു പ്രോപ്പർട്ടീസ്, അതുപോലെ ബ്രാൻഡ്സുകൾ പലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാർക്കറ്റിൽ വരുന്നൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ടാർഗറ്റുകളുണ്ട്. നമുക്കൊരു എല്ലാ ബ്രാൻഡുകൾക്കും ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ടാർഗറ്റ് ഡ്രിവണായിട്ട് ബ്രാൻഡുകൾ മാറിയപ്പോൾ അവർ തന്നെ ഒത്തിരി ഷോപ്പിംഗ് ഹാബിറ്റുകൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് പണ്ട് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ പൈസ ഫ്ലോ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് ഒരു വലിയ ഘടകമായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് തലത്തിൽ മാത്രമേ ബോണസ് ഉള്ളൂ. പല പ്രൈവറ്റ് സെക്ടറിലും ബോണസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ലാണ്ടായി.
അപ്പോൾ ചെറിയ ചെറിയ മറ്റ് ചില കോർപ്പറേറ്റ് കൾച്ചറിലൊക്കെ ബോണസുകളുണ്ട്, എക്സ്ഗ്രേഷ്യ ഉണ്ട്. പക്ഷേ ബോണസും എക്സ്ഗ്രേഷ്യ എന്ന് പറയുന്ന ഒരു സംഭവം കാലക്രമേണ കോർപ്പറേറ്റുകളുടെ സാലറി സ്ട്രക്ചറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായി. ഇന്ന് പലയിടത്തും ഇല്ല. ഇന്ന് പല വലിയ കമ്പനികളുടെ അടുത്ത് നോക്കിയാൽ ബോണസ് എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ അങ്ങനെ പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പണം വന്നിട്ട് വാങ്ങാം എന്നുള്ളൊരു സംസ്കാരവും മാറിയില്ലേ. ഇന്ന് ക്രെഡിറ്റിൻ്റെ വിപണി ധാരാളമുണ്ട്. ഇന്ന് നമുക്കൊരു സാധനം മേടിക്കണമെങ്കിൽ വി ഡോണ്ട് നീഡ് നമ്മുടെ പൈസ ഉണ്ട്, അതർ പീപ്പിൾസ് മണി ഉണ്ട്, മറ്റുള്ളവരുടെ പൈസ കൊണ്ട് നമുക്കിന്ന് പലതും വാങ്ങാം. അല്ല, ഇവിടെ കടം കിട്ടും ബജാജ് ഫിനാൻസിലൂടെ എന്ന് വരെ പരസ്യം ചെയ്യുന്ന കടകൾ തീർച്ചയായിട്ടും. അപ്പോൾ ഫിനാൻസിന്റെ ഒരു ഈസി ആയി മാറി. ഫിനാൻസ് നമുക്കിന്ന് വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. എല്ലാവർക്കും ക്രെഡിറ്റ് കിട്ടും. പിന്നെ ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ഈ ഈസി കൺസ്യൂമർ ഫിനാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു സാധനം മേടിക്കണമെന്ന് വെച്ചാൽ മേടിക്കാം. പിന്നെ ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു കൾച്ചർ താരതമ്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറി. ഇപ്പോൾ ഒരു വണ്ടി പുതുതായി ഇറങ്ങി, ഒരു വണ്ടി ഏപ്രിലിൽ ഇറങ്ങിയാൽ നമ്മൾ ഏപ്രിലോ മെയ്യിലോ മേടിക്കും, അല്ലെങ്കിൽ ഓണത്തിന് മേടിച്ചിട്ട് അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ശീലം ആൾക്കാരിലില്ല. അതിലൊരു പുതിയൊരു മോഡൽ ഫോൺ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോൺ ഇറങ്ങുമ്പോൾ തന്നെ അത് മേടിക്കുന്ന അതിനുള്ള ഫിനാൻസസ് അവൈലബിളാണ്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ഓണവിപണിയെ വെച്ചിട്ട്, അപ്പോൾ ഓണക്കാലത്ത് മാത്രം സംഭവിച്ചിരുന്ന ഈ 25,000 അല്ലെങ്കിൽ 20,000 crores ഓഫ് മണി ഇന്ന് ഇറ്റ് ഈസ് ഡിവൈഡഡ്. ഞാൻ പറഞ്ഞ ആൾക്കാരുടെ വാങ്ങൽ നിന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിയിരിക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമ്മളിന്ന് വാങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ കച്ചവടത്തിലൊരു കുറവ് സംഭവിച്ചിട്ടില്ല, അത് ഡിസ്ട്രിബ്യൂട്ടഡായി. ഒരു സമയത്ത് മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഈ 50% വരെ കേരളത്തിൻ്റെ ഒരു ഓണക്കാലത്ത് 50%-ഓളം ഒരു വർഷത്തെ ആനുവൽ സെയിലിൻ്റെ ഒരു 50% അല്ലെങ്കിൽ 40% ഈസ് ടു ഹാപ്പൻ ഈ സമയത്ത് സംഭവിക്കൂ എന്ന് പറഞ്ഞത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡായി. പല സമയത്തും എല്ലാ മാസത്തിലും ഓണം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ആയി ആണ്. തീർച്ചയായും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ റീറ്റെയിലർ തന്നെ പങ്കുവച്ചൊരു വിവരം, ഓണക്കാലത്തേക്കാൾ കൂടുതൽ സെയിൽ നടക്കുന്ന ആടി സെയിലാണ്. പണ്ട് ആടി ആദ്യം തുടങ്ങുമ്പോഴത്തേക്ക് ആടിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ പഴയ സ്റ്റോക്കുകൾ ഒരു വർഷത്തെ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിരുന്നു. ഇന്നല്ല, ഇന്ന് ആടിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് പിന്നെ ഇന്നത്തെ റീറ്റെയിലേഴ്സ് സ്റ്റോക്ക് ചെയ്യും. ആ സ്റ്റോക്കാണ് മാർക്കറ്റിലേക്ക് ഇന്ന് നമ്മൾ ഇറക്കി വിടുന്നത്. 45 ദിവസം വരെ ആടി സെയിൽ പോകാറുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും. അപ്പോൾ ആടി അഗെയിൻ കേരളത്തിൻ്റെ ഭാഗമല്ലായിരുന്നു. ആടി ഒരു കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇന്ന് ആടി സെയിൽ കേരളത്തിലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി മാറി. ഓണം പോലെ തന്നെ മറ്റൊരു ചലനമായി മാറിയത്. എനിക്കൊന്ന് ലോകത്ത് ഈ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ക്രെഡിറ്റ് കാർഡ്, EMI, ഇത് ഭയങ്കരമായൊരു മാറ്റം മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അതായത് കയ്യിൽ പണ്ടാണെങ്കിൽ നമ്മൾ പണം സ്വരൂപിച്ച് എന്തിനാണ് നമ്മളൊരു കുടുക്കയിൽ പൈസ ഇട്ട് അരി പെട്ടിക്കകത്ത് പൈസ വെച്ചൊക്കെ വീട്ടിലമ്മമാരും നമ്മളുമൊക്കെ ഒരു കാര്യം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പം അങ്ങനല്ല, സാധനം എടുത്തുകൊണ്ട് പോയിട്ട് മാസം പൈസ അടച്ചാൽ മതി. എല്ലാവർക്കും ക്രെഡിറ്റ് അവൈലബിലിറ്റിയാണ്. തീർച്ചയായിട്ടും. അതായത് ക്രെഡിറ്റ് എന്നൊരു പ്രൊഡക്റ്റാണ്. ബാങ്കുകളായാലും കൺസ്യൂമർ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളായാലും അഗ്രസീവലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കൺസ്യൂമർക്ക് ആർക്കും പൈസ ഇഷ്ടമില്ലാത്തത്. നമ്മുടെ സാധാരണ കൺസ്യൂമേഴ്സ് മാത്രമല്ലോ, ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും മറ്റുള്ളവരുടെ പൈസ കൊണ്ടല്ലോ ബിസിനസ് ചെയ്യുന്നത്. ഇന്ന് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും ഏഞ്ചൽ ഫണ്ടിങ്ങും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അത് ഫണ്ട് ചെയ്യാൻ ആൾക്കാർ അവൈലബിൾ ആണ്. അത് മറ്റൊരു രീതിയിൽ കോർപ്പറേറ്റ് തലത്തിലും സ്റ്റാർട്ടപ്പിലും ഒക്കെ അത് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഐഡിയ ഫണ്ട് ചെയ്യും. അതുപോലെ തന്നെ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഈസി ആക്സസ് ഫൈനാൻസായി. കാരണം നമുക്ക് മറ്റുള്ള ഇന്ന് പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം സമ്പാദിച്ച് വെച്ചതിന് ശേഷമാണ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഇന്ന് അതല്ല. ഇന്ന് ലോകം മാറി. ഇന്ന് മണി ദർ ഇസ് എൻ ഈസി ഫ്ലോ ഓഫ് ക്യാഷ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ കൺസ്യൂമർ ഈ വിപണിയിലുണ്ടായൊരു മാറ്റവും ഈസി എക്സസൈസ് ഫിനാൻസ് വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഓണക്കാലത്തേക്ക് മാത്രം നമ്മൾ കേന്ദ്രീകരിക്കണം. വിപണി എല്ലാ കാലവും ഉണർന്നിരിക്കും. ഓണത്തിന് മാത്രം ഉണരുന്ന ഒന്നല്ല വിപണി, എല്ലാ മാസവും ഉണരും. ഏറ്റവും മോശം സമയമായിരുന്നു ഈ പഞ്ഞമാസം എന്ന് പറയുന്നത്. അതിനെ വരെ മാറ്റിയെടുത്തല്ലേ. അതിനെ വരെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ഓണ ചിട്ടി വരെ ഉണ്ടായിരുന്നല്ലോ. ചിട്ടി മാറിയിട്ട് ഇപ്പൊ ഓണ EMI ആയി. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ചിട്ടി പിടിച്ചൊരു സാധനം മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ EMI കിട്ടും. ചിട്ടിയിലേക്കൊക്കെ ആൾക്കാർ പോകുന്ന സമയം പോലെ പണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സേവിങ് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ചിട്ടി. ഇന്ന് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ആൾക്കാർ വളരെയേറെ ബോധവാന്മാരാണ്. ഇന്ന് ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഓരോ ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇതിലെത്തുമ്പോൾ അതെടുത്ത് ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലിനെ പറ്റി നമ്മൾ ആദ്യം സംസാരിച്ചല്ലോ.
ഇപ്പോൾ ഓണത്തിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ ഓരോ സ്ഥാപനങ്ങളും ഓരോ റീറ്റെയിൽ ചെയിനുകളും ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓണക്കോടിയോടൊപ്പം 2 കോടി എന്ന് പറഞ്ഞ് കുറേ ഓഫറുകൾ. പക്ഷെ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ സാധനങ്ങൾക്ക് പുറകെ മലയാളി പോകുന്നതുകൊണ്ടാണോ സാറൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് ഈ ഒരു സ്ട്രാറ്റജി? ഒന്ന്, ഓണം ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഓരോ റീറ്റെയിലേഴ്സും ആഘോഷം അവരുടെ സ്ഥലത്താണ്, അവരുടെ ബ്രാൻഡ്, അവരുടെ സ്ഥാപനത്തിൽ ഓണത്തിൻ്റെ നല്ലൊരു ആഘോഷം ഉണ്ടെന്ന് അറിയിക്കുന്നതാണ് അവരുടെ ബ്രാൻഡുകൾ പറയുന്നത്. പിന്നെ ഈ എക്കാലത്തും ദി പവർ ഓഫ് 4 ലെറ്റർ വേർഡ്, ദ ഫ്രീ, അതിനൊരു ഭയങ്കര ഒരു ഇറസിസ്റ്റബിൾ പവറുണ്ട്. ആൾക്കാരെ അതിനകത്തേക്ക് ഭംഗിയായിട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്യും. എത്ര സമ്പന്നരാണെങ്കിലും എന്തും ഫ്രീ ആയിട്ട് കിട്ടി. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷാവസാനം ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ഇപ്പോഴും ഒരു ഡയറി, ഒരു പേനയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കില്ലായിരിക്കും. ഒരാഴ്ച നമ്മൾ കാണും, നമ്മുടെ ടേബിളിൽ കാണും, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടേബിളിൽ നിന്ന് ഡിസപ്പിയർ ആകും. പക്ഷേ എവരി വൺ ഹാസ് ദാറ്റ് ഹാബിറ്റ് ഓഫ് റിസീവിങ് സംതിങ്. അത് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കാര്യമാണ്. അതൊക്കെ എല്ലാം ഒരു മനുഷ്യൻ പിന്തുടരുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത് കിട്ടുമ്പോൾ ഒരു ആഹ്ലാദം ഉണ്ടാകും. അതാണ് ഒന്ന് ഇതുള്ളതെന്ന് പറയുന്നത്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സംസ്കാരം ഒന്ന് ലോട്ടറി ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കയറിപ്പറ്റി. ലോട്ടറി സംസ്കാരം, ലക്കിനെ പരീക്ഷിക്കുന്ന, നമ്മുടെ ഭാഗ്യത്തെ പരീക്ഷിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൽ സംസ്ഥാന സർക്കാരായിട്ട് കേരളത്തിലെ ജനങ്ങളിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാരാണ് അല്ല. ഓണക്കാലത്ത് ഭാഗ്യക്കുറി, ലോട്ടറി വിൽപ്പനയൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെയും നമ്മൾ ഭാഗ്യം പരീക്ഷിക്കുക. അപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിൽ ചെന്നാലാണെങ്കിലും അവിടെ ഒരു കൂപ്പൺ എഴുതിയ ബോക്സിലിട്ടിട്ട് പോകും. എൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു റീറ്റെയിൽ ഒരു മോളിൻ്റെ ഒരു മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞ അൺക്ലെയിംഡ് ഗിഫ്റ്റ് ഒത്തിരി ഉണ്ട്. അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞെരുക്കെടുപ്പ് നടത്തുവരും. ഞെരുക്കെടുപ്പ് നടത്തി കഴിയുമ്പോഴത്തേക്കും ചില നമ്പർ നമ്മളൊരു കൂപ്പൺ എഴുതിയ ബോക്സിലിട്ടിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് ആൾക്കാർ വരില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മളൊരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാവും. പിന്നെ ഇത് ലഭിച്ചോ ഇല്ലയോ എന്നോ ഒരു ഫോളോ അപ്പോ ഉണ്ടെന്നോ അത് മേടിക്കാനായിട്ട് ചിലപ്പോൾ ചിലർ വന്നിരിക്കില്ല. അങ്ങനെ അൺക്ലെയിംഡ് ഗിഫ്റ്റും ഈ ഷോപ്പിംഗ് മോളുകളിൽ ഒത്തിരി ഉള്ളതായിട്ട് അവർ തന്നെ പറഞ്ഞറിവുണ്ട്. പക്ഷെ ഇതെല്ലാം ഇതാണ് മനുഷ്യൻ്റെ ഒരു ഭാഗ്യ പരീക്ഷണം. കിട്ടിയാലോ, ഇനി അഥവാ ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്ന പോലെ ഒരു രീതി അതിനകത്തുണ്ട്. അതാണ് പറഞ്ഞത്. എന്തായാലും ഓണം മലയാളിക്ക് കൈവിട്ടു പോയിട്ടില്ലെന്ന് തന്നെ ചിന്തിക്കാം. ഓണം കേട്ട് ഞാനതാ പറഞ്ഞത്. അതായത് നമ്മുടെ വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല, പക്ഷെ വാങ്ങുന്നത് ഒരു സമയത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് മാറിയിട്ടുണ്ട്. ഓണക്കാലത്ത് മാത്രം മേടിക്കാമെന്നുള്ളത് മാറിയിട്ട് ഇന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ ആൾക്കാർ എല്ലാ മാസവും വാങ്ങുന്ന ഒരു കൾച്ചർ രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കൾച്ചറുകളാണ്. ഇപ്പോൾ ഈ ആടിയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പന്നമാസം, അതായത് ഈ 24th നോർത്ത് ഉസ്മാൻ റോഡ് ടി നഗറിലെ ഒരു വിവേക് ആൻഡ് ഗോ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത്. ഈ ആടി സെയിൽ യെസ്, 90കളുടെ അവസാനം ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കാലയളവിൽ പറ്റി ഇതുപോലൊരു പന്നമാസം വന്നപ്പോൾ ആ മാസം സെയിൽ കുറയും. അപ്പോൾ എൻ്റെ ഓണർക്ക് തോന്നിയൊരു ബുദ്ധി, ഒരു ബ്ലാക്ക് ബോർഡ് എടുത്ത് എഴുതി വെച്ചു, ആടി മാസമാണ്, തമിഴ്നാട്ടിൽ ആടി മാസം, കച്ചവടങ്ങൾ കുറവാണ്. അത് പ്രത്യേകിച്ച് തമിഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓസ്പിഷ്യസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് തമിഴ് കമ്മ്യൂണിറ്റി. അപ്പോൾ അവർ എഴുതി വെച്ചാണ് ഒരു ബോർഡിൽ ആടി സെയിൽ എന്ന്. അപ്പോൾ ഒരു കുറച്ച് അപ്ലയൻസസിനൊക്കെ കുറച്ച് മിക്സറിനും ഗ്രൈൻഡറിനും ഈ പ്രഷർ കുക്കറിനൊക്കെ കുറച്ച് ഓഫർ ഇട്ടിട്ട് ആടി മാസം. അപ്പോൾ അതിങ്ങനെ എഴുതി വെച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആരംഭം. അത് അവിടെ പിന്നെ സക്സസ്ഫുള്ളായി. 24th നോർത്ത് ഉസ്മാൻ റോഡിലെ വിവേക് ആൻഡ് കോ എന്ന് പറയുന്ന കമ്പനിയിൽ തിരക്കായി. അപ്പോൾ മറ്റുള്ളവർ നോക്കി. പിന്നെ അത് അടുത്ത വർഷമായപ്പോൾ ടി നഗറിലെ മറ്റ് കടകളിലേക്ക് മാറി. ഇന്നത് എത്തി കേരളത്തിൽ വരെ എത്തി. ഇനിയിപ്പോൾ ഗൾഫ് നാടുകളിൽ കൂടി അടിപോളൂ. നമ്മുടെ ബ്രാൻഡുകളൊക്കെ അവിടെയൊക്കെ ചെന്ന് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളായിട്ട് മനുഷ്യനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ പുത്തൻ സംസ്കാരങ്ങളാണ്. ഇന്നിപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടാർഗറ്റ് ഭയങ്കര കൂടുതലാണ്. ആ ടാർഗറ്റ് കൂടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓതാത് മാസം നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് നോക്കിയത് എങ്ങനെ വിൽക്കാമെന്നുള്ളൊരു ചലഞ്ച് വരും. അപ്പോൾ നമ്മൾ സെയിൽസ് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ പറ്റിയൊക്കെ നമ്മൾ കാര്യമായിട്ട് ആലോചിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇത് എല്ലാ മാസവും കൺസ്യൂമറെ കൊണ്ട് മേടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. അതിന് ഓഫർ പ്ലാൻ ചെയ്യും, അതിന് സ്കീമുകൾ പ്ലാൻ ചെയ്യും, അതിനുവേണ്ടി ക്യാമ്പയിനുകൾ പ്ലാൻ ചെയ്യും. അങ്ങനെ മനുഷ്യനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പണ്ട് ഓണത്തെ മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നമുക്കൊരു വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ, ക്രിസ്മസ്, ഈദ് ഒക്കെ വരുമ്പോൾ മാത്രം നടത്തിയിരുന്നൊരു ഷോപ്പിങ്ങിനെ അവർ ത്രൂ ഔട്ട് ദ ഇയറിലേക്ക് ഇത്
ഡിവൈഡ് ചെയ്തു. അതും കൂടാണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീക്കെൻഡിൽ മാത്രമൊക്കെ പലപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സെയിൽ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി വേറെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കും. ഇപ്പം ബിഗ് ബസാർ കൊണ്ടുവന്നാണ് വെനസ്ഡേ ബസാർ. അപ്പോൾ എന്ത് പറ്റും, മിഡ് വീക്കിന് ഒരു സെയിൽ വന്നു. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, വെള്ളി ശനി ഞായർ പോകും. അപ്പോൾ മിഡ് വീക്ക് നമുക്ക് സെയിലില്ല, അപ്പോൾ ഒരു വെനസ്ഡേ ബസാർ കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് കൊണ്ടുവരും. ഇതെല്ലാം കൺസ്യൂമറിനെ ഹുക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അന്നത്തെ ദിവസം പോയി കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക അഡീഷണൽ ഓഫർ നമുക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ സ്ത്രീകൾക്കായിട്ട് മാത്രമുള്ളൊരു വിമൻ സ്പെഷ്യൽ ഓഫറുകൾ കൊണ്ടുവരും. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഈ മാർക്കറ്റിങ്ങിലെ ആൾക്കാർ ഇരുന്ന് അല്ലെങ്കിൽ സെയിൽസിലെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടി ഇതിൻ്റെ പുറകെ അങ്ങനത്തെ ഒരു. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യ മൊത്തം ഇത്തരത്തിലൊരു സാധനം നിൽക്കുന്നത് ദീപാവലിയാന്ന് തോന്നുന്നല്ലേ? ദീപാവലി ഇന്ത്യ മൊത്തം ത്രൂ ഔട്ടുള്ളതെന്ന് പറഞ്ഞാൽ തമിഴ്നാട് വരെ ഇപ്പോൾ കേരളത്തിലുമായി. ഏറ്റവും നല്ല സാധനം അവിടെ ദീപാവലി എന്ന് പറയും, തമിഴ്നാട്ടിൽ ദീപാവലി എന്ന് പറയും. ത്രൂ ഔട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഓണം പോലെ ഫ്രീഡം സെയിലുണ്ട്. ഫ്രീഡം സെയിലും ഇത് ആദ്യം തുടങ്ങിയത് ബിഗ് ബസാറാണ്. ബിഗ് ബസാറാണ് ആദ്യമായിട്ട് ഫ്രീഡം സെയിൽ തുടങ്ങുന്നത്. ഫ്രീഡം സെയിൽ തുടങ്ങിയിട്ട് രാവിലെ 9 മണിക്ക് തുറന്ന കട 11 മണിയായപ്പോൾ ഷട്ടർ ഇടേണ്ടി വന്നു. രാവിലെ 9 മണിക്ക് ബിഗ് ബസാർ ഈ കട തുടങ്ങി. ഇപ്പം എൻ്റെ ഒരു പ്രീവിയസ് ഏജൻസി മുദ്രയായിരുന്നു ഈ ബിഗ് ബസാറിൻ്റെ ക്യാമ്പയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ രാവിലെ അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിൽ റിലീസ് ചെയ്തു. ഫ്രീഡം സെയിൽ 2 ദിവസം മുമ്പേ നമ്മൾ എൻ്റെ ഒരു ചെറിയ ടീസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആഡ്സൊക്കെ റിലീസ് ചെയ്തു. അപ്പോൾ അതായത് 15-ാം തീയതി സെയിലെന്ന് ഫ്രീഡം സെയിൽ എന്ന് പറയുന്നത് നമ്മളൊരു 3 ദിവസം മുമ്പ് തുടങ്ങും. ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ 15 എന്നുള്ള ഒരു 12-ാം തീയതി സെയിൽ തുടങ്ങും, ഫ്രീഡം സെയിൽ തുടങ്ങും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സെയിലായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. 3 ദിവസം ഇപ്പുറവും 3 ദിവസം അപ്പുറവും ഇട്ടിട്ട് 15 കൂടി ഉൾപ്പെടുത്തിയിട്ട് 7 ദിവസം വരുന്ന ഒരു 7 ഡേ സെയിൽ അതായിരുന്നു ഒറിജിനലി പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് ലോഞ്ച് ചെയ്തു ഫ്രീഡം സെയിൽ. ഇതാണ് പവർ ഓഫ് ഈ സെയിലിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്രീയുടെ ഇതിൻ്റെയൊക്കെ ഒരു ഓഫറുകളുടെയൊക്കെ ഒരു ഇപ്പോഴും ഒരു മാജിക് പവർ എന്ന് പറയുന്നത് ഈ പബ്ലിക്കിനെ ഗ്രാവിറ്റേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു പവറാണത്. അപ്പോൾ ഇത് റിലീസ് ചെയ്തു. 11 മണിയായപ്പോൾ ബിഗ് ബസാർ ഷട്ടർ ഇട്ടു. പിന്നെ ലാത്തി ചാർജാണ് നടന്നത്. ഇത് നടന്നിട്ടില്ല. അപ്പം ഞാൻ കൺസ്യൂമർ സാർ ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ നമ്മളിപ്പം നമ്മുടെ ഇവിടുത്തെ ഫ്രീ സെയിൽസ് ഡിസ്കൗണ്ട് സെയിൽസിനൊക്കെ ഇത്രയും തിരക്ക് വരും. സാറാ സൈക്കോളജിയെ പറ്റി പറഞ്ഞുകൊണ്ട് ഈ താങ്ക്സ് ഗിവിംഗ് ഡേയിൽ US ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തലേന്ന് ആൾക്കാർ കട ക്ലോസ് ചെയ്യുമ്പോൾ ഗുരുവായൂരൊക്കെ പിറ്റേന്ന് ദർശനത്തിന് നിൽക്കുന്ന പോലെ ക്യൂ നിൽക്കുന്നത് ഞാൻ നേരിട്ടുണ്ട്. ഇത് മനുഷ്യർക്ക് ഇതൊരു വലിയ സൈക്കോളജിക്കൽ ഫാക്ടർ. ഇതെന്തിനാണ് അവിടെ വരെ പോണത്? രാവിലെ ബ്യൂറേജ് തുറക്കുന്നതിന് മുമ്പ് അത് വളരെ സത്യം. അത് ഡിസ്കൗണ്ട് ഇല്ലല്ലോ. ഡിസ്കൗണ്ട് ഇല്ലേലും അവിടെ ആ സെയിൽസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇത് ആ സെയിൽസ് അല്ല. ആൾക്കാർ നിൽക്കുന്നത് നമ്മൾ ബിഗ് ബസാറിന് തന്നെ ചെയ്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാം. ബ്രിങ് യുവർ വേസ്റ്റ്. ആ വേസ്റ്റിന് നമ്മൾ ബൈ ചെയ്യുന്നൊരു ഒരിക്കലും അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആലോചിച്ച് പോകുമ്പോഴത്തേക്ക് എന്ത് ഐഡിയ ആലോചിക്കും, എന്ത് വേസ്റ്റും കൊണ്ടുവരാമെന്ന്. അപ്പം നമ്മൾ അതിന് ക്യാമ്പയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ക്ലോസറ്റ് ടാക്സിയുടെ മുകളിൽ കെട്ടിവെച്ചിട്ട് ആൾക്കാർ ബിഗ് ബസാറിലേക്ക് അല്ലേ അത് കൊണ്ടുവരാം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന എന്തും കൊണ്ടുവരാം. ഒരു കെട്ട് പേപ്പർ കിടക്കുകയാണെങ്കിൽ ആ ഒരു കെട്ട് പേപ്പറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പേപ്പർ തൂക്കി നമ്മളതിനൊരു കൂപ്പൺ തരും. പഴയ ചെരുപ്പുകൾ പൊളിഞ്ഞ നമുക്ക് ഇടാൻ പറ്റാത്ത ചെരുപ്പുകൾ, തുന്നി തയ്ച്ചാൽ പോലും ഇടാൻ പറ്റാത്ത പഴയ ചെരുപ്പുകൾ, പഴയ ഓട്ട വീണ കലങ്ങൾ, ഇതെല്ലാം എന്തു അതായത് ഇതിൻ്റെ ഇതൊരൊറ്റ പോയിന്റ് അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ആൾക്കാരെ കടയിലേക്ക് ഫുട്ഫോൾ എങ്ങനെ കൂട്ടാം. അപ്പോൾ ഒരു റീറ്റെയിൽ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ഫോൾ ഏറ്റവും കൂടുതൽ കൂട്ടുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ എന്ത് വേസ്റ്റോ നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാണ്ട് പൊടിപിടച്ച് മോശമായി കിടക്കുന്ന ഒരു മനുഷ്യൻ, നമ്മൾ ഈ ഇതിൻ്റെ ചപ്പും ചവറും പെറുക്കാൻ പറയുന്ന ആൾക്കാർ പോലും എടുക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യം എന്തും കൊണ്ടുവരാം. അതിനാണ് അങ്ങനെ പ്രശ്നം ചെയ്തത്. പഴയ പൊട്ടിപ്പൊളിഞ്ഞ ക്ലോസറ്റ് വരെ ആണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും പൊട്ടിപ്പോയതാണെങ്കിലും എടുത്ത് 3 കഷ്ണമായിട്ട് കിടക്കുന്ന പൊട്ടിപ്പോയ വാഷ് ബേസിൻ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ അതിന് നമ്മൾ പൈസ അല്ല തരിക. ഇതിന് അതായത് നമ്മൾ ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങളതിന് കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇത് ബിഗ് ബസാറിൻ്റെ ഷട്ടർ ഇടാൻ കാരണമാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മളിത് മാനേജ് ചെയ്യുക ഭയങ്കര, ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം ഭയങ്കര. അത് നമ്മൾ ആൾക്കാർ അത്ര വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ഇതെല്ലാം കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് ഒരു ത്രാസിലിട്ട് തൂക്കി 10 കിലോ വേസ്റ്റ്, ഈ 10 കിലോ വേസ്റ്റിന് അതിനൊരു 1000 പോയിന്റ് ഇട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 1000 പോയിന്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന നിങ്ങൾ 10,000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് ആയിട്ട് മാറും. സത്യത്തിൽ നമ്മൾ കൊടുത്താൽ എന്താ 10% ഡിസ്കൗണ്ടാണ് കൊടുത്തത്. പക്ഷേ ഈ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരില്ല. അപ്പോൾ ആൾക്കാരെ എങ്ങനെ കടയിലേക്ക് എത്തിക്കാമെന്നുള്ളതിൻ്റെ പിന്നിൽ വരുന്ന തിങ്കിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ഈ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാണ്ട് വീട്ടിൽ ചപ്പും ചോറ് അടിഞ്ഞുകൂടി കിടക്കുന്ന വേസ്റ്റായിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ
വേസ്റ്റുമായിട്ട് കടയിലേക്ക് ഒരു ടാക്സി പിടിച്ച് പോകുന്ന ഒരു ക്രൗഡുണ്ട്. അതെ, ഒരു മാനസിക സന്തോഷം. അതെ. അത് ഇതുപോലെ തന്നെയാണല്ലോ നമ്മൾ ഈ മിഡ് നൈറ്റ് സെയിലുകളുണ്ടല്ലോ. ഇപ്പൊ ലുലു ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഇടപ്പള്ളി മുഴുവൻ രാത്രി 12 മണിക്ക് ബ്ലോക്ക്. ആദ്യമായിട്ട് മിഡ് നൈറ്റ് സെയിൽ ചെയ്യുന്നത് ഞങ്ങളാണ്. ഇന്നോർബിറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട് ബോംബെയില്, രഹേജയുടെ. നമ്മളാണ് അതിന് സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ ആൾക്കാർക്ക് ഇന്നും നമ്മുടെ ആൾക്കാർ ഉറങ്ങുന്ന എത്ര മണിക്കാണ്? ഞാനോ കിടക്കണം 1, 1:30, 2 മണിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കൾച്ചർ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കുട്ടികളിൽ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് നൈറ്റ് ലൈഫിനോട് ഭയങ്കര ക്രേസിനെസ്, പ്രത്യേകിച്ച് അർബൻ സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ലൈഫിന് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നൈറ്റിൽ മോൾ തുറന്നു വെക്കും ഒരു 3 ദിവസത്തേക്ക്. എന്നിട്ട് നമ്മൾ ബസ്സൊക്കെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ബസ് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ബസ്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ബസ് ഒക്കെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യും. ടാക്സിക്കാരോടൊക്കെ നേരത്തെ പറയും. ഓട്ടോസും ടാക്സീസും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നൈറ്റ് സെയിൽ വെക്കും. അപ്പോൾ ആൾക്കാർക്ക് രാത്രി ഔട്ടിങ്ങായി അവിടുത്തെ കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റ്സും ഒക്കെ 24 hours പ്രവർത്തിക്കും. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രഹേജ ഗ്രൂപ്പിൻ്റെ ഇന്നോർബിറ്റ് എന്ന് പറയുന്ന ഷോപ്പിംഗ് മോൾ. ഏത് വർഷം? ഐ എം ടോക്കിംഗ് അബൌട്ട് ഒരു 2005-6 സമയത്ത് ബോംബെയിൽ അത് ചെയ്യുന്നു, മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അപ്പോൾ അത് ഷോപ്പിങ്ങിലെ ആൾക്കാർ വന്നിട്ട് പോകും. പിന്നീട് അത് പല ആൾക്കാരും എമുലേറ്റ് ചെയ്തു. അതേ മോഡൽ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപക്ഷെ ഇത് വിദേശത്തൊക്കെ ഇതിനും ഉണ്ടാകാം. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ ചെയ്ത കാര്യം ഞാൻ പറയും. അപ്പോൾ ഇതൊരു ഇങ്ങനെ നമ്മൾ ഒരു പുത്തൻ സംസ്കാരങ്ങളും ഒരു പുതിയ രീതികളും പുതിയ കസ്റ്റം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരില്ല. ഇതെല്ലാം മനുഷ്യനല്ല. നമ്മൾ ഓരോ തോട്ടിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ സെയിൽ കൂട്ടാമെന്നുള്ള ഗാഢമായ ചിന്തകളുടെ പുറത്ത് ഇത്തരം ഒത്തിരി കാര്യങ്ങൾ വരും. അങ്ങനെ ഒരു വിപണിയിൽ എന്നും ഒരു ബ്രാൻഡിന് ലൈവായിട്ട് നിൽക്കാൻ പറ്റുക. അതായത് ഒരു കാർഷിക വിപണിയിൽ നിന്ന് ഓണം ഒരു ആഗോള വിപണിയായി അല്ലേ മാറി. ഓണം ഇന്ന് ലോകം മുഴുവൻ. ഞാൻ പറഞ്ഞ നമ്മുടെ ഓണാഘോഷം ഈ വിദേശ മലയാളികളൊക്കെ ഓണം ആഘോഷിക്കുന്നത്, ഓണം ചിലപ്പോൾ ആഘോഷിക്കുന്നത് ഡിസംബർ വരെയൊക്കെ ആവും. ഓണാഘോഷം നടന്നിട്ട് പല ഇതിനും മാറ്റിവെച്ച് പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഓണാഘോഷം മലയാളികളുടെ ഇത് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഇത് ഓണം ശരിയായ രീതിയിൽ ആഘോഷിക്കുന്ന വിദേശ മലയാളികൾ NRIസും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രവാസി മലയാളികൾ അവരാണ്. കാരണം അവരാണ് ഇതിനുവേണ്ടി ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് പോയ കോലുകളിയും തിരുവാതിരകളെയും ഒക്കെ നമുക്ക് ഇന്ന് നമ്മൾ ടി വിയിലാണ് കാണുക. അതായത് പുറത്തുള്ള മലയാളി ഇതൊരു വലിയൊരു അഭിമാനമായി മറ്റുള്ളവരെ കാണിക്കാനും നമ്മുടെ എല്ലാവരും ഭംഗിയായി ഡ്രസ്സും ഒക്കെ ഇട്ട് നമുക്ക് കൊതി തോന്നും അവർ ഓണാഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും അവർ പ്രാക്ടീസ് ചെയ്യും. അവരെല്ലാവരും ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളായാലും പുരുഷന്മാരൊക്കെ വൈകുന്നേരങ്ങളിലും പ്രാക്ടീസ് ചെയ്ത് വീക്കെൻഡിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങി ഓണം അത്തരത്തിൽ ആഘോഷിക്കുന്ന എപ്പോഴും ഒരു പ്രവാസി മലയാളികളാണ് ഇപ്പോഴത്തെ കാലത്ത് ഭംഗിയുടെ ആഘോഷിക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്ന പല അന്യം നിന്ന് പോയ പല കലകളും ഇന്ന് രണ്ടാമത് പുനർജനിക്കുന്നതും ഇത്തരം വേദികളിലാണ്. എന്തായാലും ഓണം വരട്ടെ. ഈ ആഘോഷങ്ങൾക്കിടയിലും മലയാളിക്ക് തനതായ ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ. ഓണവിപണി വലുതാവട്ടെ. തീർച്ചയായിട്ടും ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഓണം എന്നും ആഘോഷമാവട്ടെ. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളം കറി പൗഡറുകൾ.